പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. അമേരിക്കയും ഇറാനും 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയതോടെയായിരുന്നു നിർണായകമായ നീക്കം. യുദ്ധം അമേരിക്ക വിജയിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും തങ്ങളുടെ വിരലുകൾ കാഞ്ചിയിൽ തന്നെ ഉണ്ടെന്നും മുസ്തഫ ഖമനേയി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ ആക്രമണം അവസാനിപ്പിച്ചാലും ലെബനനിലെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. സംഘർഷാവസ്ഥ ശമിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ വില 17% താഴ്ന്നു. ഓഹരി വിപണിയും മെച്ചപ്പെട്ടു. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഭീഷണികൾ നടക്കില്ല എന്നറിഞ്ഞുകൊണ്ടുള്ള പുതിയ നീക്കമായിരുന്നുവല്ലോ അമേരിക്കയുടേത്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ പരാജയം എന്ന് തന്നെ ഇതിനെ പറയാമല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ലക്ഷ്യം കണ്ടിരുന്ന പല കാര്യങ്ങളും അത് ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഹോർമുസ് കടലെടുക്ക് തുറക്കണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് അമേരിക്ക പിന്നീട് നീണ്ടുപോയി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനോ അവിടെയുള്ള മറ്റ് ആണവ സമ്പുഷ്ടീകരണം അത് അവസാനിപ്പിക്കാനോ ഒന്നും തന്നെ US-ന് സാധിച്ചതായിട്ട് നിലവിൽ റിപ്പോർട്ടുകളില്ല. എന്നാൽ ട്രംപിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനയും US യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു. നിലവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഈ പാകിസ്ഥാൻ തന്നെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ ആശയവിനിമയങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചത്. നിലവിൽ ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് നിശ്ചയിച്ചിരുന്ന സമയത്തിന് 1.5 മണിക്കൂർ മുൻപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ അറിയിപ്പുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഇറാനിൽ യാതൊരു ആക്രമണവും നടത്തില്ല, അതുപോലെ ഇറാനും തിരിച്ചാക്രമിക്കില്ല എന്ന് ഇപ്പോൾ നിലവിൽ അവരുടെ ഭാഗത്ത് നിന്ന്, ഇറാന്റെ ഭാഗത്ത് നിന്ന് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളും അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളും ചർച്ചയാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ചാണ് അമേരിക്കയുടെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ നേരിട്ട് ചർച്ചകൾ നടത്തുക. പാകിസ്ഥാനായിരിക്കും ഇതിന്റെ തുടർന്നുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുക. അമേരിക്കയും അതുപോലെ ഇറാനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനും അതുപോലെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിനും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അമേരിക്കയുടെയും ഇറാന്റെയും നിർദ്ദേശങ്ങളിൽ പലതും പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ചർച്ചകൾക്ക് ഒരു ഭീഷണിയായിട്ട് ഉണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്, തങ്ങൾ ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ലെബനിലുള്ള തങ്ങളുടെ സൈനിക നടപടികൾ തുടരും എന്നാണ് ഇസ്രായേൽ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ സംഘർഷങ്ങൾ അവസാനിച്ചിട്ടില്ല, യുദ്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല, നിലവിലുള്ള ഒരു ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തങ്ങൾ സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഓർക്കണം, തങ്ങളുടെ കൈ ഇപ്പോഴും കാഞ്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് മുജ്തബ ഖമനേയി വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.